ഞാനിപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനിപ്പോ ദിസ് ഇസ് ജസ്റ്റ് ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മളിപ്പോ അന്വേഷിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്ക് പേഴ്സണലായിട്ടും CMRL എന്ന് പറയുന്ന കമ്പനി 2016 ഓൺവേർഡ്സ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനവർ പ്രത്യേകിച്ച് വേറൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അതിനുവേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് CMRL ചെയ്തു കൊടുത്തത്, CMRL ലഭിച്ചത് എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തി വരുന്നത്. ഞാൻ ഫസ്റ്റ് പാർട്ട് പറഞ്ഞതില് 2004 അനുവദിച്ച് കിട്ടി 10 ദിവസം കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്ത ഒരു ലീസ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗവൺമെന്റ്സ് ഒരു കാരണവശാലും സ്വകാര്യ മേഖലയില് ലീസ് ബീച്ച് ആൻഡ് മിനറൽസിന്റെ മൈനിങ്ങിന് അനുവദിക്കേണ്ടതില്ല എന്ന് LDF UDFുമായിട്ടുള്ള ഗവൺമെന്റ്സ് തീരുമാനിക്കുകയും അതിനെതിരെ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത് സുപ്രീം കോടതിയിൽ CMRL അനുകൂലമെന്ന് CMRL പറയുകയും എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അനുകൂലമായി ലഭിച്ച ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നിട്ട് കൂടിയും അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ CMRLന് വേണ്ടി ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് പരിശ്രമിച്ചതും അതിന്റെ ഇടയിൽ ആറ്റമിക് മിനറൽ കൺസെഷൻ റൂൾസിന്റെ അമെന്റ്മെന്റ് വന്ന് ഒരു രീതിയിലും ചെയ്യാൻ കഴിയാതായി കേന്ദ്ര സർക്കാർ ആ നിലവിലുള്ള ലീസുകളെല്ലാം ടെർമിനേറ്റ് ചെയ്യാൻ ഡയറക്ഷൻ തന്നിട്ടും അത് ചെയ്യാതെ 5 വർഷം ഹോൾഡ് ചെയ്ത് ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞ ഡിസംബർ 14 എന്റെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നത്. ഡിസംബർ 18 ഈ 2023 ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് ഒഫീഷ്യൽ ഉത്തരവിറക്കിയത്. ഇതാണ് ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എന്ന് ഞാൻ പറഞ്ഞു. പാർട്ട് 2ലേക്ക് വരുമ്പോ നൗ ലെറ്റ്സ് സീ സ്വാഭാവികമായിട്ടും ഈ കമ്പനിക്ക് ഇനി എങ്ങനെയാണ് ഫേവർ ചെയ്തത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ആദ്യം നമ്മൾ ഈ CMRL കമ്പനിക്ക് വേണ്ടി പിണറായി വിജയന് നൽകിയ ഒരു മെമ്മോറാണ്ടമാണ് ഇത്. അതില് അദ്ദേഹം തന്നെ ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പ് ഉണ്ട്. പിണറായി വിജയൻ സൈൻ ചെയ്ത് അദ്ദേഹം ഇത് മാർക്ക് ചെയ്തത് ഫോർ നെസസറി ആവശ്യമുള്ള നടപടിക്കായി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ സൈൻ ചെയ്ത് ഒഫീഷ്യലി ചീഫ് മിനിസ്റ്റർ ഫോർവേഡ് ചെയ്ത CMRL കമ്പനി സമർപ്പിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മെമ്മോറാണ്ടമാണ് ഞാനിത്. ഇതിന്റെ അകത്ത് യഥാർത്ഥത്തില് കമ്പനിയുടെ ആവശ്യവും അവസ്ഥയും എന്താണെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ മെമ്മോറാണ്ടം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകും അവർ ആഗ്രഹിച്ചത് എന്താണ്, അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്, അവർ ആവശ്യപ്പെട്ടത് എന്താണ്. പിണറായി വിജയനോട് CMRL എന്ന് പറയുന്ന കമ്പനി ആവശ്യപ്പെട്ടത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളിത് ശ്രദ്ധാപൂർവം കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ഒരു ഫ്ലോയില് ഇത് നൽകിയിട്ടുള്ളത് ഫെബ്രുവരി 6, 2017 പിണറായി വിജയൻ വന്ന് അധികാരത്തിൽ വന്ന് ഏകദേശം 1 വർഷം കഴിയുമ്പോഴത്തേനും ഈ സമയത്തെല്ലാം പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് CMRLന്റെ നിലനിൽപ്പിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കി മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുവദിക്കുന്നതിന് കമ്പനിയിലെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നൽകുന്ന നിവേദനം. കഴിഞ്ഞ 25 വർഷമായി എറണാകുളം ജില്ലയിലെ എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതും 1000-ഓളം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരം നൽകുന്നതുമായ CMRL കമ്പനി ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം. അടച്ചുപൂട്ടൽ വക്കിലെത്തി നിൽക്കുകയാണ്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് 13.41% മൂലധന നിക്ഷേപമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRL 100% കയറ്റുമതി അധിഷ്ഠിത വ്യവസായമാണ്. 1988 അനുമതി ലഭിച്ച് 1989 ആരംഭിച്ച കമ്പനി നാളിതുവരെ തൊഴിൽ പ്രശ്നത്തിന്റെ പേരിൽ ഒരു തൊഴിൽ ദിനം പോലും നഷ്ടമാകാത്ത ഒരു വ്യവസായ സ്ഥാപനമാണ്. യാതൊരു മൂല്യവർദ്ധനവുമില്ലാതെ IRE കയറ്റുമതി ചെയ്തിരുന്ന ഇൽമിനേറ്റ് തദ്ദേശീയമായി മൂല്യവർദ്ധന ഉണ്ടാക്കാനും കേരള ഗവൺമെന്റിന്റെ അഭിമാന സ്ഥാപനമായ TCCയുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് സുസ്ഥിര വിപണിയില്ലാത്ത പ്രതിസന്ധിയിലായിരുന്ന ഘട്ടത്തിൽ
വിപണി ഉറപ്പാക്കി TCCയെ നിലനിർത്തുവാനുമാണ് CMRL സ്ഥാപിതമായത്. കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടൈൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തു ഇൽമിനേറ്റ് ആണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരദേശത്ത് സുലഭമായി ലഭിക്കുന്ന ധാതുമണൽ സംസ്കരിച്ചാണ് ഇൽമിനേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. CMRLന് ഒരു വർഷം ആവശ്യമായത് 1,00,000 ടൺ ഇൽമിനേറ്റ് ആണ്. CMRLന് ആവശ്യമായ ഇൽമിനേറ്റ് നൽകാമെന്ന് തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ചവറ IREയും സംസ്ഥാന സർക്കാരും ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഈ ഉറപ്പ് പാലിക്കാത്തത് മൂലം കമ്പനി ഇൽമിനേറ്റ് ഇറക്കുമതി ചെയ്ത് ഉൽപാദനം നടത്തുകയാണ്. ഇത് കമ്പനിക്ക് ഭാരിച്ച നഷ്ടമുണ്ടാക്കും. IRE CMRLന് ആവശ്യമായ ഇൽമിനേറ്റ് ലഭ്യമാക്കുന്നില്ല എന്ന് മാത്രമല്ല, നൽകുന്ന ഇൽമിനേറ്റിന് അടിക്കടി വില വർദ്ധിപ്പിച്ച് കമ്പനിയെ ബുദ്ധിമുട്ടിലാക്കും. 2016 മാത്രം 4 തവണയാണ് IRE ഇൽമിനേറ്റിന് വില വർദ്ധിപ്പിച്ചത്. കൂടാതെ IREയിൽ നിന്നും 1 ടൺ ഇൽമിനേറ്റ് വാങ്ങുമ്പോൾ കമ്പനിക്ക് ഹെഡ് ലോഡിംഗ്, ബാഗിംഗ്, വെയിറ്റിംഗ് ചാർജ്, വെൽഫെയർ കോസ്റ്റ് മുതലായ ഘടകങ്ങൾ കൂടുമ്പോൾ ടണ്ണിന് ഏകദേശം 1,500 രൂപയോളം അധിക ചെലവുണ്ടാകുന്നു. ടണ്ണിന് ഏകദേശം 1,500 രൂപയോളം അധിക ചെലവുണ്ടാകുന്നു. ഇത്തരം അധിക ചെലവ് IREയുടെ തന്നെ തമിഴ്നാട്, ഒഡീഷ യൂണിറ്റുകളിൽ വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. IRE കമ്പനിക്ക് ആവശ്യമുള്ള ഇൽമിനേറ്റ് നൽകാത്തത് മൂലം അന്താരാഷ്ട്ര വിപണിയിൽ CMRL കയറ്റുമതി ചെയ്യാമെന്നേറ്റ അളവിൽ സിന്തറ്റിക് റൂട്ടൈൽ നൽകാൻ സാധിക്കാതെ വരികയും തൽഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുകയുണ്ടായി. സിന്തറ്റിക് റൂട്ടൈൽ കയറ്റുമതി വാർഷിക കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ IRE നൽകുന്ന ഇൽമിനേറ്റ് പലപ്പോഴും ക്വാണ്ടിറ്റിയിലും വിലയിലും അസ്ഥിരമാണ്. ഇതുമൂലം കമ്പനിക്ക് ഉൽപാദനവും കയറ്റുമതിയും ഓർഡർ അനുസരിച്ച് നിറവേറ്റാൻ സാധിക്കുന്നില്ല. CMRLന്റെ സുഗമമായ പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്നുള്ള Q ഗ്രേഡ് ഇൽമിനേറ്റിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് CMRL മൈനിങ് പ്രോജക്ട് ആവിഷ്കരിച്ചത്. അതിനായി കേരള ഗവൺമെന്റ് സ്ഥാപനമായ KSIDCയും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ IREയുമായി ചേർന്ന് സംയുക്ത സംരംഭമായി കേരള റെയർ എർത്ത് ആൻഡ് KREML എന്ന കമ്പനി രൂപീകരിച്ചു. കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കത്തക്കതായ ഒരു മിനറൽ കോംപ്ലക്സ് ആണ് KREML വിഭാവനം ചെയ്തത്.